പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഒരുപാട് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ, പക്ഷെ ഞാൻ എൻ്റെ അനുഭവം 30 വർഷത്തെ നല്ല സ്റ്റഡി വെച്ച് പറയണത്, ചരിത്രപരമായി എടുത്ത മണ്ടൻ തീരുമാനം, ചരിത്രം തിരു ചരിത്രമെടുത്ത മണ്ടൻ തീരുമാനം, ബുദ്ധിയില്ലാത്ത ചില മനുഷ്യർ, ബുദ്ധിയില്ലാത്ത ചില മനുഷ്യരെടുത്ത മണ്ടൻ തീരുമാനമാണെങ്കിൽ ഞാനത് അംഗീകരിക്കുന്നു. പക്ഷേ എന്നെപ്പോലുള്ള കോർപ്പറേറ്റുകൾക്ക് വേണ്ടി പാവപ്പെട്ട ജനത്തിന് ടെക്നിക്കലായിട്ട് കുരുതി കൊടുത്ത തീരുമാനമാണെങ്കിൽ അത് ചരിത്രപരമായ മണ്ടത്തരമല്ലേ? പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ അറിയേണ്ടതല്ലേ? അതായത് രണ്ട് കാര്യമാണ് ഞാൻ പറയണത്, രണ്ട് കാര്യം. അതായത് ഈ സബ്ജക്റ്റ് നിരോധിച്ചുകൊണ്ട് നാട്ടിലൊരു ഗുണമുണ്ടാകുകയും അത് മറ്റെല്ലാ രീതിയിലും നമ്മുടെ 3.5-4 കോടി വരുന്ന ഈ കേരള ജനതയ്ക്ക് ഗുണമുണ്ടായെങ്കിൽ അത് ഏറ്റവും പോസിറ്റീവ്. പക്ഷേ അതങ്ങനെയല്ല. ഞാനൊരു കോർപ്പറേറ്റീവ്, എന്നെ കണ്ടാൽ നിങ്ങൾ എന്നെ കാണും, നോബക് സോളയെ കാണും. ഞാൻ നിങ്ങളെ കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ ചെയ്യുക എന്ന് പറയും. അതായത് ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ പച്ചപിടിക്കുകയോ, അല്ലെങ്കിൽ അത് മതി, ഒരു 60% ജനത്തിനും അത് മതി, അവർ അത്രയേ വരുമാനമുള്ളൂ, അതുകൊണ്ട് അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അവരൊരിക്കലും ഞാൻ ഉണ്ടാക്കിയ പ്രോഡക്റ്റ് വാങ്ങൂല, കാരണം ഇത് ഇത്തിരി വാല്യൂ കൂടുതലാണ്, എൻ്റെ ഇഷ്ടത്തിന് വരില്ല. അങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റ് ഞാൻ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ എൻ്റെ പ്രോഡക്റ്റ് വാങ്ങാൻ കരുതി നിങ്ങളുടെ ചീപ്പ് പ്രോഡക്റ്റ് എന്ത് ചെയ്യണം, നിരോധിക്കുക എന്ന് പറയും. അപ്പോൾ എൻ്റെ ഈ പ്രോഡക്റ്റ് വാങ്ങാൻ കരുതി ഞാനൊരു വലിയൊരു എമൗണ്ട് എല്ലാവർക്കും ഷിഫ്റ്റ് ചെയ്യും. ഞാൻ ഷിഫ്റ്റ് ചെയ്തതിനു ശേഷം ടെക്നിക്കലായിട്ട് പല രീതിയിലും മാർക്കറ്റ് ചെയ്ത് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇത് നിരോധിക്കും. അത് നിരോധിച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും, പതുക്കെ പല രീതിയിൽ ഇന്റർനാഷണൽ ലെവലിൽ കമ്പനികളിലൂടെ ലോഞ്ച് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യും, അതിവിടെ മാർക്കറ്റ് കീഴടക്കും. കാരണം മറ്റത് കിട്ടാനില്ല, ജനത്തിന് ആവശ്യമായത് വിൽക്കുന്നത് പണമായി മാറും. പണം പിന്നെ പലരെയും അക്കൗണ്ടിലോട്ട് പോകും. അതൊന്നും ഞാൻ ചർച്ച ചെയ്യുന്നില്ല ഇപ്പോൾ. ഞാൻ പറഞ്ഞാണ്, അങ്ങനെയാണ് ഈ നിരോധനം ഉണ്ടായതെങ്കിൽ അത് ശരിയാണോ എന്നാണ് ഞാൻ പ്രേക്ഷകർക്ക് ചോദിക്കുന്നത്. ഞാൻ അതാണ് പറയണത്, ഈ നിരോധനം തെറ്റായിരുന്നു. ഇത് നിരോധിച്ചത് കൊണ്ടുള്ള 3-4 ഫാൾട്ട് ഞാൻ നിങ്ങളുടെ തുറന്നു പറയുന്നത്. നമ്പർ 1, കേരളത്തില് പ്രതിശീർഷ വരുമാനം എൻ്റെ കണക്കിലനുസരിച്ചാണ്